ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് കിച്ചൻ ഗുഡ്. എല്ലാവർക്കും സുഖമാണല്ലോ? നമ്മൾക്ക് സുഖമാണ്. ഇന്ന് വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഉപ്പുമാ റെസിപ്പിയാണ്. ബ്രോക്കൺ വീറ്റാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, ഹോൾ ആയിട്ടുള്ള ഗോതമ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളതിന്ന് ആവശ്യത്തിന് എടുത്ത് കഴുകി ഒന്ന് ഉണക്കി മിക്സിയിൽ വെച്ച് ചെറുതായി ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പൊടിഞ്ഞിട്ടുമില്ല, അന്ന് ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. കുതിർത്തെടുക്കാം. ഇതിപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്, അതായത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുക്കുക. ഇതിപ്പം ഒരു 500 ഗ്രാം ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു 10 മിനിറ്റ് നമുക്ക് കുതിർത്തെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ്, 2-3 കറിവേപ്പില തണ്ട്. ചെറുള്ളി ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ കുറച്ച് ചെറുള്ളിയും പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. നമുക്കിത് സവോള മാത്രമായിട്ടും എടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നമ്മളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാം. 10 മിനിറ്റ് കുതിർത്തെടുത്ത ബ്രോക്കൺ വീറ്റ് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം കാണരുത്, നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ഈ ബ്രോക്കൺ വീറ്റ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കുക്കറിലേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചൂടാക്കിയെടുത്ത ഗോതമ്പ് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ബ്രോക്കൺ വീറ്റ് കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കപ്പിലാണ് ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിനൊക്കെ അല്പം ഉപ്പ് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്. 2 വിസിലാകുമ്പോൾ ഈ കുക്കറിൽ തയ്യാറായി കിട്ടും. അപ്പം നമ്മളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. അപ്പം ഞാനിത് 2 വിസിലാകുമ്പോൾ തയ്യാറാക്കി എടുക്കും. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിനൊക്കെ ഉഴുന്ന് പരിപ്പ് ഇടുന്നത് വളരെ നല്ലതാണ്. ഒന്ന് നിറം മാറി വരുന്നിടം വരെ മൂപ്പിച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ഒന്ന് കളർ മാറുന്നിടം വരെ മതി. നോർമൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി.
ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രോക്കൺ വീറ്റിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കൂടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കോളിഫ്ലവർ, ബീൻസ്, ഗ്രീൻ പീസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ വളരെ നല്ലതാണ് ഉപ്പുമാവിൽ ചേർക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർക്കാം. 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രോക്കൺ വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം മാത്രം നമ്മുടെ വെജിറ്റബിൾസിനകത്ത് മിക്സ് ചെയ്യാവുള്ളൂ. തണുത്ത് കഴിയുമ്പം ഈ ഒട്ടിപ്പിടിക്കുന്നത് അങ്ങ് ഇല്ലാണ്ടാവും. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബ്രോക്കൺ വീറ്റ് കുക്ക് ചെയ്തത് നമുക്ക് വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ഉപ്പുമാവാണ്. ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. സർവീസ് ഡിഷിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയും വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.